ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കബാബാണ്. മുള്ളെല്ലാം എടുത്ത് മാറ്റി മുറിച്ചെടുത്ത മീൻ വേണം. ഇതൊരു 300 ഗ്രാമോളം ഉണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്തതാണിത്. പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്, കുറച്ച് പുതിനൻ്റെ ഇല, കുറച്ച് മല്ലിയില, ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം വരും. പിന്നെ ഒരു സവാള, ഒരു മീഡിയം സവാള ചെറുതായി മുറിച്ചെടുത്തത്, കുറച്ച് ബ്രെഡ് ക്രംസ്, 2 മുട്ട. ഇനി നമുക്ക് എങ്ങനെ ഫിഷ് കബാബ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മീൻ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ഞാൻ അതിൽ 2 വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വറ്റൽമുളക് ഉപയോഗിക്കാം. നമുക്ക് ഈ മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിനുള്ളൂ. ഇതിൽ ഗരം മസാലൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. മീൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പുതിനയില, നമ്മൾ വേവിച്ചെടുത്ത ചെറുപയർ പരിപ്പ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച്, ഒരു മുട്ട ഫുള്ള് വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു മുട്ടയുടെ പകുതി മാത്രമാകും. അത് നമ്മൾ നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട്ലറ്റിനൊക്കെ പിടിക്കുന്നത് പോലെ ഒന്ന് പിടിച്ച് നോക്കണം. അതുപോലെ പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ ഫുള്ള് മുട്ട ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കബാബിൻ്റെ ഷേപ്പ് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നന്നായി അരഞ്ഞ് കിട്ടണം. ഇപ്പോൾ മീൻ അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുതായി മുറിച്ചെടുക്കണം.
സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. ഇത് നമുക്ക് ഇഷ്ടമല്ല ഷേപ്പിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ അല്പം ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് കുറച്ചെടുത്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാത്തത് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ്. അപ്പോൾ ഞാൻ കബാബൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കബാബെല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കബ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കൂടി പോകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ഒക്കെ. ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കബാബ്സ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രീൻ ചട്നീൻ്റെ കൂടെയാണ് സെർവ് ചെയ്യേണ്ടത്. ഞാനിതിൻ്റെ മുമ്പ് ഒരു തവ ചിക്കന് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ചട്നിയും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഗ്രീൻ ചട്നിയിൽ തൈരാണ് ചേർത്തിട്ടുള്ളത്. തൈരിന് പകരം നമ്മൾ നമ്മുടെ വാളംപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് സെയിം ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഈ ചട്നി അരച്ചെടുക്കുക. അതും ഈ കബാബും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ